ഇനി നമുക്ക് സദ്യയിലെ പാലട പായസം ഉണ്ടാക്കാം. പാല് കുറുക്കി ഉണ്ടാക്കുന്ന ഈ പായസം അത്രയും രുചിയുള്ളതാണ്. അപ്പൊ വേഗം തന്നെ ഉണ്ടാക്കാൻ തുടങ്ങാം. ഉരുളി ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ 2.5 ലിറ്റർ പാലിലാണ് പായസം ഉണ്ടാക്കുന്നത്. 2.5 ലിറ്റർ എന്ന് പറയുമ്പോൾ 10 കപ്പ് പാലുണ്ടാകും. അപ്പോൾ ആദ്യം ഒരു 4 കപ്പ് വെള്ളം ചേർക്കണം. പാല് കൂടുതൽ സമയം വേവിച്ചിട്ട് കുറുക്കി എടുക്കുമ്പോഴാണ് കേട്ടോ ആ ഒരു പിങ്ക് കളർ കിട്ടുന്നത്. അപ്പോൾ കൂടുതൽ സമയം വേവാനും കൂടെ വേണ്ടിയിട്ടാണ് ഇത്ര വെള്ളം ചേർത്തത്. ഇതൊക്കെ വറ്റിപ്പോകും. ഇനി ഇതിലേക്ക് ആദ്യം 1 കപ്പ് പഞ്ചസാര ചേർക്കാം. പഞ്ചസാര ഇത് പോരാ, ഇനിയും വേണ്ടി വരും. ആദ്യം 1 കപ്പ് ചേർത്തതാണ്. പഞ്ചസാര മുഴുവൻ അലിഞ്ഞിട്ടുണ്ട്. പാല് ചേർത്ത് കൊടുക്കാം. 2.5 ലിറ്റർ പാലാണ് കേട്ടോ. പിങ്ക് പാലട ഉണ്ടാക്കുമ്പോൾ ഫുൾ ഫാറ്റ് മിൽക്ക് തന്നെ എടുക്കണം. നല്ലൊരു ക്രീമി ടെക്സ്ചർ വരാനും പാലിന് നല്ല കളർ വരാനും ഫുൾ ഫാറ്റ് മിൽക്കാണ് നല്ലത്. ഇനി ഈ പാല് തിളച്ചു വരട്ടെ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. സ്റ്റവിൽ വെക്കുമ്പോൾ നടുഭാഗത്ത് ചൂട് കൂടുതൽ ഉണ്ടാവും. അപ്പൊ നടുവിൽ അടി കൂട്ടിയിട്ട് ഇളക്കണം കേട്ടോ. ഇപ്പൊ ഇതേ പാല് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. തിളയ്ക്കുമ്പോൾ 1/2 കപ്പ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. 2.5 ലിറ്റർ പാലിന് 2 കപ്പ് പഞ്ചസാരയൊക്കെ വേണ്ടി വരും. ആദ്യം നമ്മൾ വേണ്ട അളവിന്റെ ഒരു 1/4 ഭാഗമൊക്കെ ചേർത്താൽ മതി. കാരണം ഇത് കുറുകി വരുമ്പോഴേ നമുക്ക് കറക്റ്റ് മധുരം മനസ്സിലാവുള്ളൂ. ആദ്യമേ കുറെ ചേർത്താൽ കുറുകി കഴിയുമ്പോൾ മധുരം കൂടിപ്പോവും. പാലും പഞ്ചസാരയും കൂടെ നന്നായിട്ട് തിളച്ചു വരട്ടെ. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, ഒരു മീഡിയത്തിൽ വെച്ചാൽ മതി. തിള കൂടുമ്പോൾ കുറച്ചും വെക്കണം. സമയം കുറച്ച് കൂടുതൽ എടുക്കുന്ന പായസമാണ്, പക്ഷെ അതിൻ്റെതായിട്ടുള്ളൊരു സ്വാദം ഉണ്ട് കേട്ടോ. ഇപ്പൊ പാല് കുറച്ചൊന്ന് വറ്റിയിട്ടുണ്ട്. നമ്മൾ വെള്ളം ചേർത്തില്ലേ, ആ ഒരു അളവ് വറ്റിയിട്ടുണ്ട്. കളറും ചെറുതായിട്ട് മാറി തുടങ്ങിയിട്ടുണ്ട്. മധുരം വേണ്ടവർക്ക് ഈ സമയത്തും കുറച്ചുകൂടെ പഞ്ചസാര ചേർക്കാം കേട്ടോ. പാല് തിളച്ചോണ്ടിരിക്കട്ടെ, നമുക്ക് അട റെഡിയാക്കാം. പാലടയ്ക്ക് ചെറിയ അടയാണ് വേണ്ടത്. ഇതിപ്പോ 150 ഗ്രാമിന്റെ പാക്കറ്റാണ്. 1 ലിറ്റർ പാലിന് നമ്മൾ 50-55 ഗ്രാം അളവിലൊക്കെയാണ് അട എടുക്കുക. ഇത് കപ്പിലേക്ക് എടുക്കുമ്പോൾ 1 കപ്പ് ഉണ്ട്. നമുക്കിത് മുഴുവൻ വേണ്ട, 1/4 കപ്പ് അട മതി. വെള്ളം തിളപ്പിക്കാൻ വെക്കണം. കുറച്ച് കൂടുതൽ അളവിൽ വെള്ളം വേണം. ഈ തിളച്ച വെള്ളത്തിൽ തന്നെ ഇതിന്റെ കുറെ പശ പോകണം. വെള്ളം തിളച്ച് വരുമ്പോൾ അട ചേർത്ത് കൊടുക്കാം. ചില ടൈപ്പ് അട പെട്ടെന്ന് വേവും. വേവ് കുറവുള്ളത് കുക്ക് ചെയ്യേണ്ട, തിളച്ച വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ മതി. പിന്നെ അട നമ്മൾ മേടിക്കുമ്പോൾ വീറ്റ് അടയുണ്ട്, റൈസ് അടയുണ്ട്. അതിൽ റൈസ് അട തന്നെ നോക്കിയിട്ട് മേടിക്കണേ. ഒട്ടും കൂടുതൽ വെന്തു പോകരുത്, പാകത്തിനുള്ള വേവ് മതി. ചോറ് വെന്തോന്ന് നോക്കുന്ന പാകമാണ്. അപ്പൊ ഇത് വെന്തിട്ടുണ്ട്. അട വെന്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഈ വെള്ളത്തിൽ നിന്ന് മാറ്റണം. ഇനി ഇതിന്റെ മുകളിലൂടെ പച്ചവെള്ളം ഒഴിച്ചിട്ട് കഴുകണം. 2-3 പ്രാവശ്യമൊക്കെ ഇങ്ങനെ കഴുകാം. അട കൂടുതൽ വേവാതിരിക്കാനും പിന്നെ ഈ അടയ്ക്കുള്ള പശ അത് മാറാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെ അട റെഡിയാക്കിയിട്ട് വയ്ക്കാം. പാല് തിളപ്പിക്കുമ്പോൾ പാട കെട്ടാതെ നോക്കണം. പാട വരുന്നുണ്ടെങ്കിൽ ഒരു അരിപ്പ കൊണ്ട് എടുത്തു കളഞ്ഞാൽ മതി. ഈ പായസത്തിൽ നമ്മൾ വേറെ ഏലക്കാപ്പൊടി ഒന്നും ചേർക്കണ്ട. പിങ്ക് പാലിന് ഒരു ഫ്ലേവർ ഉണ്ട്, വേറെ ഫ്ലേവർ ഒന്നും നമ്മൾ ചേർക്കില്ല. അതുപോലെ മറ്റുള്ള പാൽപ്പായസം പോലെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർക്കാറില്ല. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അതൊക്കെ ചേർക്കാം. ഇപ്പൊ ഇതേ പാല് കളറ് മാറി കുറുകിയിട്ടുണ്ട്. കാണുന്നതിലും കുറച്ചുകൂടെ കളർ ഉണ്ട് കേട്ടോ. അടുത്ത് വെക്കുമ്പോൾ മനസ്സിലാവും. പാലും വെള്ളവും കൂടെ 3.5 ലിറ്റർ ഉണ്ടായിരുന്നു. അതിപ്പോ ഏകദേശം ഒരു 2 ലിറ്റർ ആവുന്ന രീതിയിലേക്ക് വറ്റിയിട്ടുണ്ട്. നമുക്ക് അട ചേർത്ത് കൊടുക്കാം. അട ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ സമയത്ത് മധുരം നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഇതൊരു 10-15 മിനിറ്റ് സമയം കൂടെ കുക്ക് ചെയ്യണം. അട പാലും പഞ്ചസാരയായിട്ട് യോജിച്ച് വരണം. അധികം തിക്കാവാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. കാരണം ചൂട് കുറയുമ്പോൾ കുറച്ചുകൂടെ തിക്ക് വരും. ലാസ്റ്റ് ആയിട്ട് 1-2 ടീസ്പൂൺ നെയ്യും ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ല രുചിയുള്ള പായസമാണ്. കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ സമയമുള്ളപ്പോൾ ട്രൈ ചെയ്ത് നോക്കണം. മറ്റൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്